വലിയ മോള് ഫാത്തിമ തലാസിമിയ രോഗമാണ്. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് വേറൊരു കുഞ്ഞും പോലും ഇല്ല. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഇത് എൻ്റെ മോളാണ്. ഇവർക്ക് തലാസിമിയ എന്ന അസുഖമാണ്. ഇവർക്ക് എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റി വെക്കണം. അതിന് ഞാനാണ് മജ്ജ കൊടുക്കുന്നത്. നിങ്ങളെല്ലാവരും സഹായിക്കണം ഞങ്ങളെ. എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ പൊന്നു മോളെ ഒന്ന് എല്ലാവരും ഒന്ന് സഹായിക്കണം. എൻ്റെ മോളെ എല്ലാവരും ഒന്ന് സഹായിക്കണം. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ ചീക്കോട് പഞ്ചായത്തിൽ 14-ാം വാർഡ് ഷെസ ഫാത്തിമ എന്ന് പറയുന്ന 6 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു മകളുടെ വീട്ടിലാണ്. ഷെസ ഫാത്തിമയുടെ വളരെയധികം ദയനീയമായ ഒരു അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഷെസ ഫാത്തിമയ്ക്ക് തലാസമിയ എന്ന രോഗം ബാധിച്ച് ഉടനടി തന്നെ മജ്ജ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി ഏകദേശം 35 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് പ്രിയപ്പെട്ടവരെ ഹോസ്പിറ്റലിൽ നൽകിയിട്ടുള്ളത്. ഈ എസ്റ്റിമേറ്റ് കിട്ടിയതിൽ പിന്നെ ഈ കുടുംബത്തിന്റെ നിലവിളിയാണ്. വളരെ സങ്കടത്തോട് അവർ കരഞ്ഞ് നിലവിളിക്കുകയായി ചെയ്യുന്നത്. ഷെസ ഫാത്തിമയുടെ പിതാവ് ഒരു പ്രവാസിയായിരുന്നു. പുള്ളിക്ക് ഒരു ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ച് ഒരു ജോലിക്കും പോകാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. വളരെയധികം സങ്കടത്തിലാണ് ഈ കുടുംബം ഉള്ളത്. എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റി വെച്ചില്ലെങ്കിൽ കുട്ടിയുടെ ജീവന് തന്നെ ആപത്താണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കയറി വരുന്ന സമയത്ത് കുട്ടിയുടെ പിതാവ് പറഞ്ഞ ഒരു വാക്ക് കേട്ട് നമ്മളോട് പോലും വിങ്ങിപ്പോയി. ഇത്രയും കാലം എൻ്റെ മകളുടെ ചികിത്സ നാട്ടുകാരോ സ്വന്തക്കാരോ ആരും അറിഞ്ഞിട്ടില്ല. ഇത് ഇത്രയും വലിയ ഒരു ഭീമമായ എമൗണ്ട് ആയതുകൊണ്ടാണ് ഞങ്ങൾക്കിങ്ങനെ പൊതുസമൂഹത്തിൽ കൈ നീട്ടേണ്ടി വന്നിട്ടുള്ളത്. ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ നമ്മളോടൊക്കെ വിങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, കൈവിടല്ലേ. ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പടച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അപേക്ഷിക്കുകയാണ്. വേറൊരു നിവൃത്തിയുമില്ല, ഒരു നിർവാഹവും ഇല്ല. ഇവിടെ ഈ ഒരു ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. കമ്മിറ്റിയുടെ കീഴിലുള്ള അക്കൗണ്ട് നമ്പറും കോൺടാക്ട് നമ്പറും ഒക്കെ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട്. പറ്റാവുന്ന സഹായം പടച്ചവനെ ഓർത്ത് നിങ്ങളെല്ലാവരും ചെയ്ത് നൽകി ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങളൊക്കെ സഹായിക്കും, നിങ്ങളൊക്കെ സഹകരിക്കുമെന്നുള്ളൊരു വിശ്വാസത്തോടെ നിർത്തുന്നു. അതേപോലെ ഈ വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഫേസ്ബുക്കുകളിലും എല്ലാം പോസ്റ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് സഹായം സമാഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അത്രയും അടിയന്തരമായതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ഓടി വന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണമുണ്ടായത്. കൈവിടല്ലേ, കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഷെസ ഫാത്തിമ എന്ന പിഞ്ചുമകളുടെ ചികിത്സാ സഹായ സമാഹരണവുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതേപോലെ ഈ മഹൽ ഭാരവാഹികളും കമ്മിറ്റി ഭാരവാഹികളും ഒക്കെ ഈ വീഡിയോയുടെ കൂടെ ഉണ്ട്. അപ്പോൾ മഹൽ പ്രസിഡന്റ് നിങ്ങളോട് ഈ ചികിത്സാ സഹായത്തിനെ പറ്റി സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, അബ്ദുൽ ജലീലിൻ്റെ ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങളുടെ പരമാവധി സഹായം നിങ്ങൾ ചെയ്യണം എന്ന് പ്രത്യേകം നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. വളരെ അർഹതപ്പെട്ട ഈ മഹലിൽ വളരെ അർഹതപ്പെട്ട ഒരു കുടുംബമാണെന്ന് ഞാൻ പ്രത്യേകം സാക്ഷ്യപ്പെടുത്തുകയാണ്. പഞ്ചായത്ത് മെമ്പർ പ്രിയമുള്ളവർ, ഞാൻ ചീക്കോട് ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് മെമ്പറാണ്. എൻ്റെ വാർഡിൽപ്പെട്ട ഈ അബ്ദുൽ ജലീൽ എന്ന കുട്ടി, അവൻ്റെ മകൾക്ക് ചികിത്സയ്ക്ക് വളരെയധികം പ്രയാസപ്പെടുന്ന കുടുംബമാണ്. അതുകൊണ്ട് ഇത് കാണുന്നവരൊക്കെ ഈ കുടുംബത്തിന് അകമായി സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉസ്താദ് 2 വാക്ക് പറയും. അബ്ദുൽ ജലീൽ പോത്തമ്പറമ്പത്തിൻ്റെ മകൾ വളരെ പ്രയാസപ്പെട്ട രോഗത്തിലാണ് എന്ന് ലോകം അറിയാൻ വേണ്ടിയാണ് ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി ഷെയറുകളും അതുപോലെ ഇതിലേക്ക് ഫണ്ടുകളൊക്കെ അയക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അതിന് അർഹതപ്പെട്ട കുടുംബമാണ് അബ്ദുൽ ജലീലിൻ്റെത്. എല്ലാവരും ഇത് ഷെയർ ചെയ്യുകയും ഈ കുട്ടിയെ സഹായിക്കുകയും ചെയ്യുന്ന അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വീഡിയോ കാണുന്ന ലോകമെമ്പാടുമുള്ള എൻ്റെ മലയാളി സൗഹൃദങ്ങളോട് വളരെ സങ്കടത്തോടു കൂടി ഞാൻ പറയുകയാണ്, ഈ പൊന്നുമോളെ സഹായിക്കാനുള്ള ഒരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കണം. വേറൊരു നിവൃത്തിയോ നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനൊരു സഹായ അഭ്യർത്ഥനയുമായി വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ ആരും കൈവിടില്ല, നിങ്ങളെല്ലാവരും സഹായിക്കുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ഈ നാടും നാട്ടുകാരും ഈ കുടുംബവും എല്ലാവരും ഒരിക്കലും കൈവിടാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.